ഇവിടെ ലേഡീസ് ഐറ്റംസ് മാത്രമല്ല, ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്. നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ എല്ലാ ലേഡീസിനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആഗ്രഹമുള്ള അതെല്ലാം നമുക്ക് ഇവിടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കളക്ഷൻസും ഇവിടെ കിട്ടാറുണ്ട്. അതില്ലെങ്കിൽ അവർ എത്തിച്ച് തരാറുമുണ്ട്. പിന്നെ റീസണബിൾ റേറ്റ് ആണ് ഇവിടെ എല്ലാ ലേഡീസിനും കിട്ടുന്നത്. ഞങ്ങൾ 10 വർഷം എടുക്കുന്ന കസ്റ്റമേഴ്സാണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കളക്ഷൻസ് ഒക്കെ എടുത്ത് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാ നല്ല സെലക്ഷൻസ് ഉണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഏതൊക്കെയാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിന് കൂടുതലായിട്ടെല്ലാം കാണിച്ച് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചൂസ് ചെയ്തെടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഇതന്നെ ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ളൊരു കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ്. എപ്പോഴും ഇവിടെ തന്നെ വന്നാണ് ഞങ്ങൾ എന്നും പർച്ചേസ് ചെയ്യണത് എല്ലാ സാധനവും. ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അൽസ ഷോപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ലൈല അബൂബക്കറെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. മാഡത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല തന്നെ. സന്തോഷമാണല്ലോ? സന്തോഷമാണ് അല്ലേ? നമ്മുടെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ശരിക്കും? പുന്നക്കൽ പെരുമ്പോട്ട റോഡ് എ ജെ ബിൽഡിംഗ് അല്ലേ? അതായത് പെരുമ്പോട്ട റോഡിന്റെ എൻഡിൽ, അതായത് കലൂര് എളമക്കര റോഡ് എസ് ബാങ്കിന്റെ അടുത്ത് തന്നെ അല്ലേ? നമ്മൾ ഈ എസ് ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 10 വർഷമാകുമ്പോൾ. 10 വർഷമാണ്. ആദ്യം എന്തായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യം ഞാൻ ഒരു ഹൗസ് വൈഫായിരുന്നു. ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നാൻ എന്താ കാര്യം? ഇങ്ങനെ വെറുതെ ജോലിയൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോൾ നല്ലൊരു ഒരു ഓപ്ഷനാണ് അല്ലേ ശരിക്കും തിരഞ്ഞെടുത്തത്. ഒത്തിരി ലേഡീസ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഇത് തുടങ്ങിയിട്ട് എന്ത് തോന്നി? നമുക്ക് നല്ല ഇത് തന്നെയാണ്. എന്താ പറയാ, സന്തോഷം, ഒരു സമാധാനം, എല്ലാവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ ആ സന്തോഷം. അത് വീട്ടില് നമ്മള് എന്താ പറയാ 4 ചുവരുകൾക്കുള്ളില് കഞ്ഞിയും കറിയും വെച്ച് ഇരിക്കുന്നതിന് പകരം അല്ലേ പിള്ളേർക്കും ഹസ്ബൻഡിനും ഇങ്ങനെ കഞ്ഞിയും കറി വെച്ച് കൊടുക്കുന്നതിനൊക്കെ നമുക്കൊരു ആ ടൈം, രാവിലത്തെ ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ് അല്ലേ? പക്ഷെ ലൈല ആ ഒരു എന്താ പറയാ ആ എഫർട്ട് എടുത്തിട്ട് ഈ 9 വർഷമായിട്ടും സക്സസ്ഫുൾ ആയിട്ട് പോകണം. 10ാമത്തെ വർഷമായിട്ട് അല്ലേ? വളരെ സന്തോഷമല്ലേ? അല്ലേ? ഹസ്ബൻഡും അതിൻ്റെ ഫാമിലി സപ്പോർട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും പിന്നെ പിള്ളേരായിട്ടും എല്ലാവരും മരുമക്കളും എല്ലാവരും ഇതിനകത്ത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. 8:30 മണി വരെ. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 8:30 മണിയാകുമ്പോൾ തുറക്കും. പിന്നെ എൻ്റെ ജോലിയൊക്കെ ഞാൻ പിന്നെ എത്തും 9:30 മണിയാകുമ്പോൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. എന്തുണ്ടെങ്കിൽ ലൈലക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണന്മാരായിട്ട് കിട്ടിയ ആ ഒരു അല്ലേ ഒരു ബിസിനസ്സുകാരാണ് അല്ലേ? വർഷങ്ങളോളായി ബിസിനസ് ചെയ്യും. പക്ഷെ അത് എന്താ പറയാ മകളായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അല്ലേ? പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകണം. പാരമ്പര്യം നിലനിർത്തണമെന്ന് പറയില്ല. അതെ അല്ലേ? അത് വളരെ സന്തോഷം. ഇപ്പൊ ലൈല സംസാരിക്കുമ്പോഴും കണ്ണ് നിറയുന്നുണ്ട്. ശരിക്കും വേറെ ഒന്നുമല്ല, സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ടുള്ള അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയല്ലേ ശരിക്കും അല്ലേ? ആ ഫാദറിൻ്റെ ആ ഒരു നില നടന്നു പോകുന്നില്ലെങ്കിൽ. പക്ഷേ നമ്മൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്, നമ്മൾ പ്രേക്ഷകർക്കും അറിയാനുണ്ട്. അതായത് നമ്മളുടെ ഇവിടുത്തെ എന്തൊക്കെയാണ് നമ്മളിവിടുത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ, ബിസിനസ് ഐറ്റംസ്, ലേഡീസ് ഐറ്റംസ്, പിന്നെ പാൻസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ബാഗ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് നമ്മൾക്കൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അല്ലേ? അതിനകത്ത് നമുക്ക് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അതായത് ലേഡീസ് ഐറ്റംസിന് മെയിനായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ? ലേഡീസ് ഐറ്റംസിന് അല്ലേ? അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വള, കമ്മല്, മാലകള്, അതായത് വെറൈറ്റി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ലൈല തന്നെയാണോ? ഞാൻ തന്നെയാണ്. ആണല്ലേ? ഹസ്ബൻഡും നിങ്ങളെ രണ്ടുപേരും പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മള് എറണാകുളത്ത് നിന്നല്ല, പുറത്തുനിന്നാണ്. എവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണത്? ഞാൻ കോയമ്പത്തൂര്, ബാംഗ്ലൂര്, ആണല്ലേ? തിരൂര് പർച്ചേസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്നുണ്ടെങ്കിൽ മറ്റുള്ള കടയിൽ ഇവിടുന്ന് നമ്മൾ എറണാകുളത്ത് തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു തുച്ഛമായിട്ട് ലാഭം മാത്രമേ ഉള്ളൂ അല്ലേ? ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് അത് ലൈല തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താ പറയാ, ഭയങ്കര സന്തോഷം അല്ലേ? ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ബാഗ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യമുള്ള പ്രോഡക്റ്റ് അത് നമ്മൾ എല്ലാം ഇവിടെ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ തന്നെ സ്റ്റോക്കില്ലെങ്കിലും എത്തിച്ചു കൊടുക്കും. അല്ലേ? അതൊരു വലിയൊരു എന്താ പറയുക കാര്യം തന്നെയാണ്. നമ്മളൊരു ബിസിനസ്സിൽ എന്താ പറയുക, ആരും വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക കിട്ടാതെ വരരുത് അല്ലേ? പിന്നെ കൂടുതലും സപ്പോർട്ട് ഹസ്ബൻഡാണ്. അതുപോലെ അല്ലേ, അതെന്താണെങ്കിലും പൊടി എവിടുന്നാണെങ്കിലും തേടി പിടിച്ച് കൊണ്ടുവരും അല്ലേ? അതിനുള്ള കണ്ടെത്തി കൊണ്ടുവരും. ഇതേപോലത്തെ ഒരു ഭർത്താവിന് കിട്ടിയ വേറെ ഒന്നും വേണ്ടല്ലോ. ശരിക്കും ഭർത്താവിന് ശരിക്കും എന്താണ് ജോലി? ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ വർക്കാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടോയ്സ് ഉണ്ട്, പിന്നെ എന്താണ് വേറെ എന്തൊക്കെയുള്ളത്, നമ്മളിവിടുത്തെ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ വള, മാല, പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ്, ബാഗ്, പിന്നെ സ്പ്രേ, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ റോൾഡ് ക്വാളിറ്റി ഇതല്ലേ അല്ലേ? ഗ്യാരണ്ടി ഐറ്റംസ് ഉണ്ടല്ലേ? പിന്നെ നമ്മൾ ക്യൂടെക്സും, അതായത് ലേഡീസിന് എന്താണ് ആവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, വേറെ ബാഗ് തന്നെയാണെങ്കിൽ ബാഗും നിങ്ങൾ അവിടെ തന്നെ പർച്ചേസ് ചെയ്തിട്ടാണ്? അതെ അല്ലേ? അതുപോലെ ലൈല, വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? പിന്നെ കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റവും, അതുകൊണ്ടാണ് അവർ കൂടുതൽ നമ്മുടെ അടുത്ത് തന്നെ വന്നത്. ഇറങ്ങും പോകാണ്ട് തന്നെ അവരുള്ള പെരുമാറ്റവും കൊണ്ടാണ്. എത്രത്തോളമാണ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ? അവർ നല്ല അഭിപ്രായം തന്നെയാണ് പറയണം. ഇപ്പോൾ ഈ 10 വർഷമായിട്ട് വിലയും കൊണ്ടാണെങ്കിലും നല്ല വില വ്യത്യാസം ഒക്കെ ഉണ്ട്. അത് കാരണം നല്ല അഭിപ്രായം തന്നെ അവരും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പിള്ളേർക്ക് പറ്റിയ ടോയ്സും എല്ലാ ഐറ്റവും ഉണ്ട്. ഇത് നമ്മുടെ ഇവിടെ അൽസയിലുള്ള പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഫ്ലവർ, പിന്നെ മാല, വള, പിള്ളേർക്കുള്ള ഗിഫ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ ബാഗ്, ലേഡീസിന്റെ ബാഗ് എല്ലാം ഉണ്ട്. പിന്നെ മറ്റേ എന്താ പറയാ, പൊട്ട്, ജീപ്പ്, കണ്ണാടി എല്ലാം ഉണ്ട് അല്ലേ? പിന്നെ പെർഫ്യൂംസ്, വെറൈറ്റി പെർഫ്യൂംസ് ഉണ്ട് അല്ലേ? ഇതെല്ലാം കമ്പനി ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? നമുക്ക് ഗ്യാരണ്ടിയോട്, നമുക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ ഗ്യാരണ്ടിയോട് കൊടുക്കാൻ പറ്റും അല്ലേ? ഗ്യാരണ്ടിയോട് കൊടുക്കാം. അതായത് കസ്റ്റമേഴ്സിന്റെ ഒരു എന്താ പറയാ, അവർ ഉപയോഗിക്കാൻ നേരത്ത് അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു സന്തോഷം അല്ലേ? അതിപ്പോൾ ഒരു പെർഫ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വളയാണെങ്കിലും മലയാണെങ്കിലും എന്ത് കൊടുത്താണെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഡാമേജ് ഇല്ലാതെ നമ്മളത് കൊടുക്കാൻ പറ്റും. അത് ശരിക്കും ലൈല ഇപ്പോൾ 10 വർഷമായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മളിപ്പോൾ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് എന്താ പറയാ നമുക്ക് ഇപ്പം മറ്റുള്ള കടയിൽ ഞാൻ എവിടെ വെറൈറ്റി ഉണ്ടെങ്കിലും അവിടെ പോയി അത് കളക്ട് ചെയ്ത് ആണല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് അതാണ് നമ്മൾ മറ്റുള്ളവർ ഒരു എല്ലായിടത്തെ പോലെ കുറച്ച് സാധനങ്ങളും മേടിച്ചു വെക്കണമല്ലോ, ഒരു വ്യത്യാസം വേണം അല്ലേ? അതാണ് നമ്മുടെ ഈ അൽസ ഷോപ്പിലുള്ള ഒരു പ്രത്യേകത അല്ലേ? അപ്പോൾ ബിസിനസ്സൊക്കെ ശരിക്കും പറഞ്ഞ എന്താണ് വാപ്പയായിട്ടുള്ള ഒരു ഇത് കൊണ്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇനിയും കുറച്ച് വലിയ കടയൊക്കെ ഒന്ന് ആക്കണമെന്നുണ്ട്. അതെ, അതായത് നമ്മൾക്കിപ്പോൾ ഇതിനകത്തൊരു പരിധിയുണ്ട്, നമ്മളൊരു സ്പേസ് അല്ലേ കുറവാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മളതിനകത്ത് കയറ്റണമെന്നുണ്ട് ആൾക്കാർ. പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ട സാധനങ്ങൾ ഇനി എത്താനുണ്ട് അല്ലേ? അപ്പോൾ അതിലുള്ള വലിയൊരു എന്താ പറയുക സ്പേസ് ആണ് നോക്കണത് അല്ലേ? അതാണ് ഫ്യൂച്ചർ പ്ലാൻ അല്ലേ? എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലിയുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ട്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. അതായത് ഹസ്ബൻഡിന് എന്താ പറയുക, പുറത്ത് വർക്കുണ്ടെങ്കിലും എന്താ പറയുക സഹായിക്കും. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അല്ലേ? പർച്ചേസിങ്ങിനാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ പർച്ചേസിങ് പോകേണ്ടത്? അതല്ലേ? മോനും ഉണ്ടാവും കൂടെ? ഏതായാലും വളരെയധികം സന്തോഷം ലൈല. ഇനി കൂടുതൽ ബിസിനസ്സുകളും എന്താ പറയുക, ഇതൊരു വലിയൊരു ഷോറൂമാക്കി ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ കേട്ടോ, വളരെയധികം പഠിച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ലൈലയുടെ ഹസ്ബൻഡ് അല്ലേ? ബക്കർ. ബക്കറെ, ലൈലയോട് സംസാരിച്ചപ്പോൾ ഫുൾ സപ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് തോന്നുന്നു ഒരു ഷോപ്പും ഈ പറഞ്ഞ പോലെ
ബക്കറിൻ്റെ ഇലക്ട്രിക് വർക്കും കൂടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ഞാൻ വാസ്തവത്തിൽ ഇത് തുടങ്ങാൻ കാരണം ഈ ബിൽഡിങ് എൻ്റെ ഓണർ ഇത് പണിതിട്ട സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓണറോട് സംസാരിച്ചു. ഇത് തുടങ്ങാൻ വേണ്ടി, ഇത് ഈ ഒരു ഷോപ്പിന് വേണ്ടിയല്ല, ഞാൻ ഇലക്ട്രിക്കൽ കുറച്ച് ഈ കമ്പ്യൂട്ടർ, മൊബൈൽ, ലാപ്ടോപ്പ് അതിൻ്റെയൊക്കെ പരിപാടിക്ക് വേണ്ടിയാണ് ഞാനിത് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് അങ്ങോട്ട് പ്രതീക്ഷിച്ച പോലെ വിജയത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ലേഡീസ് ഐറ്റംസ് കുറച്ച് കയറ്റി വെച്ചു. ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു, അതായത് വള മാലയൊക്കെ ചെറുതായിട്ട് വെച്ചു. അതെ, അത് കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോൾ വൈഫിനോട് പറഞ്ഞപ്പോൾ അവളും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചു. അപ്പോൾ വൈഫ് അത് കറക്റ്റായിട്ട് വരുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് നല്ലോണം അവരെ ഡീൽ ചെയ്തു. പക്ഷേ വേറെ കാര്യമുണ്ട് ബക്കറോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ബക്കറിൻ്റെ വൈഫ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അല്ലേ? ഒരു ഹൗസ് വൈഫായിരുന്നു. വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണം വെച്ച് തരിക, പിള്ളേരെ നോക്കുക, ഇത് മാത്രമായിരുന്നു അല്ലേ? പക്ഷെ ബക്കറിൻ്റെ എന്താ പറയുക, ബക്കറിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് അതിപ്പോൾ ഒരു 10 വർഷം നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് ബക്കറിന് ബെസ്റ്റ് സല്യൂട്ട് അല്ലേ? ബക്കറിന് അത് പറയുമ്പോൾ ബക്കറിൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ? എന്നെ സംബന്ധിച്ച് വരുന്ന കസ്റ്റമറിന് നമ്മൾ അവർക്ക് ആവശ്യമുള്ള സാധനം വേറെ എങ്ങും കിട്ടാത്ത അത്രയും വിലക്കുറവിൽ, അതായത് ചെറിയൊരു ലാഭം മാത്രം എടുത്തുകൊണ്ട്, അത് നമ്മൾ ബിസിനസ്സാണ്, പക്ഷെ എന്തെങ്കിലും നമ്മൾ ചെറിയ ലാഭം, അതായത് അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ അവരുടെ തൃപ്തിയാണ് നമ്മളുടെ അല്ലേ? ഏത് ഷോപ്പിൽ ചെന്ന് ഇവിടുന്ന് വാങ്ങുന്ന സാധനത്തിൻ്റെ വില ചോദിച്ചാലും അതിനേക്കാളും എന്തായാലും ഒരു ഇരട്ടിയുടെ അടുത്ത് റേറ്റ് വ്യത്യാസമുണ്ടാവും. കാരണം എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോൾ ഇതിന്ന് വലിയൊരു ലാഭം എടുത്ത് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാൻ. നമ്മൾ വാങ്ങുന്ന വിലയിൽ ഒരു പൈസ കുറച്ച് കൊടുത്താൽ പോലും ചിലപ്പോൾ ഒരു തിരിച്ചൊന്ന് പോയ ആൾക്കാരുണ്ട്. അത്രയും നമ്മൾ റേറ്റ് കുറച്ചാണ് നമ്മൾ പല സാധനങ്ങളും കൊടുക്കുന്നത്. അത് നമ്മൾ വേറെ ഒരു ശമ്പളത്തിന് ഒരാളെ നിർത്തിയിട്ടില്ല. സ്റ്റാഫും ഓണറും എല്ലാം നമ്മൾ തന്നെ പറഞ്ഞ മനസ്സിലായ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ഞങ്ങൾ ക്ലോസ് ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ വരുന്ന കസ്റ്റമർ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്താൽ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ ഓപ്പൺ ചെയ്യുന്ന ടൈം എത്ര മണിക്കാണ്? 9 മണി. 9 മണി തൊട്ട് വൈകിട്ട് 1 മണി വരെ. പിന്നെ 3:30 തൊട്ട് 7 വരെ. അതാണ് നമ്മുടെ ടൈം. നമ്മളുടെ ഇപ്പോൾ ഫാമിലി ആയിട്ടാണല്ലോ ജീവിക്കുന്നത്. നമ്മൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഔട്ടിങ് പുറത്തൊക്കെ പോകാൻ സൺഡേ ദിവസങ്ങളിൽ അവധിയുണ്ടോ? ഉണ്ട്. അപ്പം സൺഡേ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. ഏതായാലും വളരെയധികം സന്തോഷം ബക്കറെ. അതായത് അൽസ വലിയൊരു എന്താ പറയുക, ഒരു സൂപ്പർ മാർക്കറ്റ്, ലേഡീസിൻ്റെ ഒരു എന്താ പറയുക, ഇനിയും ഐറ്റംസ് കയറാനുണ്ടെന്ന് പറഞ്ഞു വൈഫ്. ഏതായാലും അൽഫ ഷോപ്പ് വളരെ എന്താ വിപുലമായിട്ട് നല്ല രീതിയിൽ പുന്നക്കലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നന്ദിയോടെ നടക്കട്ടെ. സന്തോഷം ബക്കറെ.